Good morning. We are dealing with procedures now. A procedure is a series of related tasks that make up the chronological sequence and the established way of performing the work to be accomplished. Right. In the procedure in the Varnya, details of guidelines for the achievement of business objectives. Or objective in the ഗൈഡ് ലൈൻ ആണ് റിലേറ്റഡ് ടാസ്ക് ആണ് പ്രൊസീജിയർ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അതാണ് ക്രോണോളജിക്കൽ സീക്വൻസ് നമ്മളൊരു പ്ലാൻ ഫ്രെയിം ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റൂട്ട് പ്ലാൻ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് യു ഹാവ് പ്രൊസീജിയേഴ്സ് നമ്മളൊരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാണ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ ആദ്യം നമ്മൾ ഇന്ന ഇത് ചെയ്യണം അനസ്തേഷ്യ ഡോക്ടറെ കാണണം അവിടുന്ന് റിപ്പോർട്ട് വാങ്ങണം അപ്പോൾ ആ ഒരു പ്രൊസീജിയേഴ്സ് വളരെ നിങ്ങളൊരു അഡ്മിഷൻ പ്രൊസീജിയർ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഏത് രീതിയിലാണ് അത് പോയത് സീരീസ് ആയിട്ടുള്ള ടാസ്ക് ആണ് ആദ്യം എന്താ ചെയ്യണത് ആദ്യം അഡ്മിഷൻ പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യണം അത് കഴിഞ്ഞ് ട്രയലിൽ മാറ്റി കൊടുക്കാം ഇതൊരു ക്രോണോളജിക്കൽ ആദ്യം തന്നെ അഡ്മിഷൻ നടന്നതിന് ശേഷം റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ പറ്റില്ല സോ ഒരു വർക്ക് അക്കംപ്ലീഷ് ചെയ്യാനുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വഴീനെയാണ് പ്രൊസീജിയർ എന്ന് പറയാം കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ ഇവിടെയാണ് നടക്കുന്നത് വെൻ പ്രൊസീജിയേഴ്സിലൂടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടാവുക ക്ലിയർ പ്രൊസീജിയർ എന്താന്നുള്ളത് ക്ലിയർ ആയി മനസ്സിലാക്കാം ഇപ്പൊ മൾട്ടി യൂസ് പ്ലാൻസിൽ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു ക്ലിയർ ഒബ്ജക്റ്റീവ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് പോളിസിയാണ് സ്ട്രാറ്റജി എന്താന്ന് കണ്ടു and now we are speaking about the procedure. It is a series of related tasks that make up the chronological sequence and the established way of performing the work to be performed. Clear? അപ്പോൾ ഒരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാച്ചാ എന്തൊക്കെ പ്രൊസീജിയറാണ് ഉള്ളത് ഒരു ഡിപ്പാർട്ട്മെന്റ് റോ മെറ്റീരിയൽ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് അയക്കും ക്ലിയർ എന്തൊക്കെയാ അതിലുണ്ടാവുക എത്ര ക്വാണ്ടിറ്റി വേണം ഏത് ടൈപ്പാണ് ഏത് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് അയക്കും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അത് കൺസോളിഡേറ്റ് ചെയ്തത് പല ഡിപ്പാർട്ട്മെന്റ്സും ഇതുപോലെ അയച്ചിട്ടുണ്ടാവും എല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്യും എന്നിട്ട് ഒരു കമ്പൈൻഡ് ഓർഡർ പ്രിപ്പയർ ചെയ്യും അത് സപ്ലയർക്ക് അയക്കും ക്ലിയർ അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലാവും ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സ് ഉണ്ടാവുക അപ്പോൾ പർച്ചേസ് ഓർഡർ റിസീവ് ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ പർച്ചേസ് ഓർഡർ ഇൻസ്പെക്ടിങ് ഡിപ്പാർട്ട്മെന്റിനും കൂടി ഒരു കോപ്പി അയച്ചു കൊടുക്കും ക്ലിയർ അപ്പോൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നിട്ട് നമ്മൾക്ക് സാധനം കിട്ടും അപ്പോൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഗുഡ്സ് അവരുടെ ഗുഡ്സും അവർ ഓർഡർ ചെയ്ത പ്ലേസും ആയിട്ടുള്ളത് പ്ലേസ് ചെയ്ത ഓർഡറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഗുഡ് ക്വാളിറ്റി കൃത്യമായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും നമ്മൾ റിസീവ് ചെയ്ത ഗുഡ്സ് ഒക്കെ ഗുഡ് കണ്ടീഷനിലാണ് റിസീവ് ചെയ്തതൊക്കെ എല്ലാതും കറക്റ്റ് ആണ് റോ മെറ്റീരിയൽസ് ക്ലിയർ ഈ ഒരു സാറ്റിസ്ഫാക്ടറി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ടിങ് ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ പിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുക ഈ ഒരു ബില്ല് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് അയക്കും പേയ്മെന്റിന് കൺഫർമേഷൻ കൊടുക്കും അപ്പോൾ എന്താണ്ടാവുക അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ബില്ല് ചെക്ക് ചെയ്തിട്ട് സപ്ലയേഴ്സിന് പേയ്മെന്റ് കൊടുക്കും ഇങ്ങനെയാണ് ഒരു മെറ്റീരിയൽ പർച്ചേസ് ഇതിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയാം ഒരു എക്സാമ്പിൾ ആണ് ക്ലിയർ അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായ ഗൈഡ് ലൈൻസോട് കൂടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം നമുക്കൊരു ചായ ഉണ്ടാക്കാൻ അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും ഒരു എക്സാമിനേഷൻ ഹാളിൽ വരുമ്പോൾ അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരു കൊറോണ ക്വാറന്റൈനിൽ പോകുമ്പോൾ യു ഹാവ് സർട്ടൻ പ്രൊസീജിയേഴ്സ് ആദ്യം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരും നമ്മളെ ഇൻസ്പെക്ട് ചെയ്യും സോ പ്രൊസീജിയേഴ്സ് ആർ ദർ സോ ദാറ്റ് ക്ലിയർലി സെറ്റ് അപ്പ് വാട്ട് യു ഹാവ് ടു ഡു ക്ലിയർ ആൻഡ് ഇറ്റ് ഹാസ് എ ഓർഡർ ഓൾസോ ക്രോണോളജിക്കൽ അല്ലെങ്കിൽ സീരീസ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട് ക്ലിയർ ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഇറ്റ് ആക്ട്സ് ആസ് എ ബേസിസ് ഓഫ് കൺട്രോൾ ഒരു കൺട്രോളിന്റെ ബേസ് തന്നെയാണ് കാരണം കൃത്യമായിട്ടുള്ള വഴിയാണ് എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായിട്ട് സാറ്റിസ്ഫാക്ടറി റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഡീവിയേറ്റഡ് ആയി അപ്പൊ കൃത്യമായിട്ട് അറിയാൻ പറ്റും ക്ലിയർ ആൻഡ് നെക്സ്റ്റ് ഇറ്റ് കൺസിസ്റ്റൻസി ഒരു കൃത്യത എല്ലാ കാര്യത്തിലും ഉണ്ട് ക്ലിയർ യൂണിഫോമിറ്റി ഉണ്ട് പെർഫോമൻസിന് ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ സ്റ്റാൻഡേർഡ് ഓൾസോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസിനെയാണ് പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക
ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ, ബെറ്റർ കോർഡിനേഷൻ ഉണ്ടാവും. കാരണം ഓരോരുത്തർക്കും അറിയാം അവരവർ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്താ, അത് വയലേറ്റഡ് ആയ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ക്ലിയർ? ആൻഡ് ലെറ്റ് us സ്പീക്ക് അബൌട്ട് ദ ലിമിറ്റേഷൻസ്. റിജിഡിറ്റി ഉണ്ട്, കാരണം ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. സോ ദർ ഇസ് നോ ഫ്ലെക്സിബിലിറ്റി. ആൻഡ് കോൺസ്റ്റന്റ് റിവ്യൂ ഇസ് നോട്ട് ദർ. അതായത് ഒരേ പ്രൊസീജിയർ കുറേ കാലം ഫോളോ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ചേഞ്ചിങ് എൻവയൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് ആണ്. ഇത്രയാണ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. പ്രൊസീജിയേഴ്സ് എന്താന്ന് പറഞ്ഞു, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്? എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാം? പോളിസി എന്ന് പറയുമ്പോൾ തിങ്കിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനുമുള്ള ഗൈഡാണ്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഓണസ്റ്റി വിട്ടിട്ടുള്ള ഒരു കളി നമുക്ക് പാടില്ല. എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഈ ഓണസ്റ്റി എന്നുള്ളത് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രൊസീജിയർ അങ്ങനെയല്ല, ഇറ്റ്സ് എ ഗൈഡ് ഫോർ ആക്ഷൻ. ഇപ്പൊ ഒന്ന് ആക്ഷൻ ആണ്, ഒന്ന് തിങ്കിങ് ആണ്. ക്ലിയർ? പോളിസി എന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയർ ഓർഡർ ഉണ്ട്. ആക്ടിവിറ്റിയിൽ ഏറ്റവും മുകളിലെ ഒബ്ജക്റ്റീവ്, അതിന്റെ തൊട്ട് താഴെയുള്ളത് പോളിസിയാണ്. പ്രൊസീജിയർ ഇസ് സബോർഡിനേറ്റ് ടു പോളിസി. ക്ലിയർ? And compared to policies, procedures are more rigid. Policies can be flexible. Clear? Deviations വളരെ കുറവാണ് എന്തില്? പ്രൊസീജിയറിൽ. നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള പ്രൊസീജിയർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമോ? ഇല്ല, കുറവാണ്. ഇപ്പൊ പോളിസീസ് ടോപ്പ് മാനേജ്മെന്റ് ആണ്. പ്രൊസീജിയേഴ്സ് ക്യാൻ ബി ലേഡ് ഡൗൺ ബൈ ദ ലോവർ മാനേജ്മെന്റ് ഓൾസോ. പോളിസി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. പ്രൊസീജിയർ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. വാട്ട് ആൻഡ് ഹൗ. ക്ലിയർ? And policies are strategies, whereas procedures are operational tools. പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ടൂൾസ് ആണ് പ്രൊസീജിയേഴ്സ്. എപ്പോഴും ആ ഒരു ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ? ആൻഡ് ലെറ്റ് us see what are rules. റൂൾസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് റൂൾ? നിങ്ങൾക്ക് നന്നായി അറിയാം. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്, അതാണ് റൂള്. റൂള് ഡെഫിനിറ്റ് ആണ്. എല്ലാവരും യൂണിഫോം ഇട്ട് വരണം എന്നുള്ളത് റൂളാണെങ്കിൽ ആ റൂള് റിജിഡ് ആണ്, ഡെഫിനിറ്റ് ആണ്. ദർ ഷുഡ് ബി നോ ഡീവിയേഷൻ. ക്ലിയർ? ഓർ ഡിസ്ക്രിഷൻ ഓഫ് ദ സബോർഡിനേറ്റ്സ് ഇസ് നോട്ട് ദർ. തമ്പിങ്, നമ്മൾ എപ്പോഴും പഞ്ചിങ് ഒരു റൂളാണെങ്കിൽ പഞ്ചിങ് ഹാസ് ടു ബി ഫോളോഡ്. അവിടെ സബോർഡിനേറ്റിന് ഡിസ്ക്രിഷൻ ഇല്ല. 9:30 നമ്മൾ ഷാർപ്പായിട്ട് പഞ്ച് ചെയ്തിരിക്കണം അറ്റൻഡൻസ്. അപ്പോൾ ഒരു റിക്വയർഡ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു സിറ്റുവേഷന് ഉള്ള റിക്വയർഡ് കോഴ്സ് ഓഫ് ആക്ഷനെയാണ് നമ്മൾ റൂൾ എന്ന് പറയുന്നത്. ക്ലിയർ? റൂള് ഡെഫിനിറ്റ് ആണ്. റൂളും ഒരു പ്രൊസീജിയർ പോലെ ക്രോണോളജിക്കൽ സീക്വൻസ് ഒന്നുമല്ല. ക്ലിയർ? ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിക്കൊള്ളണം എന്നില്ല. ഒരു റൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോ സ്മോക്കിംഗ് ഇൻസൈഡ്. ദിസ് ലിക്കറിംഗ് ഇസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഇൻസൈഡ് ദ ക്യാമ്പസ്. നമ്മൾ പറയാറില്ലേ, അത് വല്ല പ്രൊസീജിയറുമായിട്ട് റിലേറ്റഡ് ആണോ? അല്ല. പക്ഷെ ഒരു റൂള് പ്രൊസീജിയറിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും. ക്ലിയർ? റൈറ്റ്. അപ്പൊ ഒരു 21 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തണം എന്നൊരു റൂൾ ഉണ്ടെങ്കിൽ അത് പ്രൊസീജിയറിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് പറ്റും. ക്ലിയർ? ഇത്രയാണ് നമ്മൾ റൂൾ എന്താ എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ പറയണത്. ആൻഡ് ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോളിസീസ് ആൻഡ് റൂൾസ്? പോളിസി എന്ന് പറഞ്ഞാൽ ബ്രോഡർ ആയിട്ടുള്ള ഗൈഡാണ് തിങ്കിങ്ങിന്. റൂൾ അങ്ങനെയല്ല. കൃത്യമായിട്ട് നമുക്ക് കോളേജിന്റെ സിറ്റുവേഷൻ ഒക്കെ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് റൂൾ എന്താന്ന് അറിയാൻ. ക്ലിയർ? പോളിസി ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, റൂൾസ് അങ്ങനെയല്ല, സ്പെസിഫിക് ആണ്. ക്ലിയർ? പോളിസിയുമായി കമ്പയർ ചെയ്യുമ്പോൾ റൂൾസ് കൂടുതൽ റിജിഡ് ആണ്. ഒരു ലിബർട്ടി ഇല്ല അവിടെ. റൂൾസ് കുറച്ചും കൂടിയും റിജിഡ് ആയിട്ടാണ് പറയണത്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീൽ ഷാൽ സീൽ വിത്ത് ദ പ്രോഗ്രാംസ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ് എടുക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. കാരണം ഇത് ഓർഡറിൽ പോകേണ്ടതാണ്. സോ വാച്ച് ഓൾ ദ വീഡിയോസ് ആൻഡ് ടേക്ക് ഡൗൺ ദ നോട്ട്സ്. ഓക്കെ?